Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഈ പൈലറ്റ് എങ്കിൽ എത്ര നന്നായിട്ട് പ്ലെയിൻ ഓടിക്കുന്നേ. എനിക്കിങ്ങനെ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ ഹണി, നീ എന്താ ഈ കാണിച്ചത്? നീ കാരണം പൈലറ്റ് അങ്കിളുടെ ബോധം പോയി. ഇനിയിപ്പൊ പ്ലെയിൻ ആര് ഓടിക്കും വലിയളിയാ? എല്ലാരും മാറിയേക്ക്. ഇന്ന് ഈ പ്ലെയിൻ ഹണി ഓടിക്കും. ഇങ്ങനെയൊക്കെ പ്ലെയിൻ ഓടിക്കാനായിട്ട് എന്ത് രസമെന്നറിയോ? അയ്യോ വലിയളിയാ വേണ്ട, ഞങ്ങൾക്ക് ഒരുപാട് ജീവിതം ബാക്കിയുള്ളതാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ കൊച്ചളിയാ. ഹണി, നിനക്ക് പ്ലെയിൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സംശയമുണ്ടോ? അത് ശരി, എന്നാ പിന്നെ നീ ഇരുന്നങ്ങ് ഓടിക്ക്. അയ്യോ, ഇതിന് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. കൂട്ടുകാരെ മുറുക്കെ പിടിച്ചിരുന്നു. ഇപ്പൊ കണ്ട ജനങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെ, ജീവൻ വേണമെങ്കിൽ ചാടിക്കോ. കൊള്ളാം ഹണി, വല്ലാത്ത ലാൻഡിംഗ് ആയി പോയി. അടുത്ത പ്രാവശ്യം നിന്നെ ഒരിക്കലും ഞങ്ങൾ പൈലറ്റ് ആക്കില്ല, സംശയമുണ്ടോ? എടാ അതൊക്കെ അവിടെ നിക്കട്ടെ, നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നേ? കൊച്ചളിയാ അങ്ങോട്ട് നോക്കിയേ, ചോക്ലേറ്റിന്റെ മരം. കഴുത, ചോക്ലേറ്റിന്റെ മരം ഒന്നും ഇല്ല. ഈ പഴത്തിന് ചോക്ലേറ്റിന്റെ ഷേപ്പാണ്. അതെ, ഇവിടുത്തെ വീടൊക്കെ ഐസ്ക്രീം പോലെ ആയിരിക്കുന്നത്, സംശയമുണ്ടോ? ഹണി, നീ എന്താ ഈ കാണിക്കുന്നേ? എന്തുവാടാ ഈ കാണിക്കുന്നത്? ചെളിവെള്ളം അത്. ഹലുവയാണ് ഇത്, ചെടിയല്ല, ഹലുവയാണ്. കൊള്ളാലോ, ഇത് ഹലുവ തന്നെയാ. അപ്പൊ ഇത് ചോക്ലേറ്റിന്റെ മരം തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മൾ വന്നിരിക്കുന്നത് വണ്ടർലാൻഡിലാണെന്നാ തോന്നുന്നത്, സംശയമുണ്ടോ? ഇവരൊക്കെ ആരാണ്? നമ്മുടെ നാട് തിന്ന് തീർക്കാൻ വന്നതാണോ? എന്തായാലും വാ, നമുക്കൊന്ന് പോയി ചോദിക്കാം. ഇവൻ നമ്മുടെ വീടാ തിന്നുന്നത്. പൂച്ചയിലവൻ രാക്ഷസനാ. ഇനി മേലാളിങ്ങനെ തിന്നു പോകരുത് നിങ്ങളൊക്കെ ആരാണ്? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്റെ കൂട്ടുകാരെ കൊള്ളാലോ. എന്റെ സാബ്ജി, വാ നമുക്കെടുത്ത് പോകാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ കൂട്ടുകാരല്ല. അത് നിക്ക് പിടങ്ങി പോവല്ലേ. ഈ ഒരു ചെറിയ കാര്യത്തിലാണോ നിങ്ങൾ ഇങ്ങനെ പിടങ്ങി പോകുന്നത്? ഞങ്ങള് തമാശ പറഞ്ഞതല്ലേ. ഞങ്ങൾ കണ്ടായിരുന്നു നിങ്ങളുടെ പ്ലെയിൻ ദാ അവിടെ വീഴുന്നത്. സാബ്ജി, ഇവര് നല്ലവരാണ്. ഇവരുടെ പ്ലെയിൻ നമുക്ക് നന്നാക്കി കൊടുക്കണം. താങ്ക് യു. പക്ഷെ നിങ്ങളൊക്കെ ആരാണ്? ഇവരാണ് സാന്റാക്ലോസ്. അതെ, ഇതാണ് ഗുഷൽബ്. പക്ഷേ നിങ്ങളെല്ലാവരും എന്താണ് ഇവിടെ ചെയ്യുന്നത് കുട്ടികളെ? ഞങ്ങൾ വന്ന പ്ലെയിനെ ക്രാഷായി. എന്താ, ക്രാഷായോ? അതെ സാബ്ജി, ഞാൻ കണ്ടായിരുന്നു. ദേ അവിടെ കിടക്കുന്നതാ ഇവരുടെ പ്ലെയിൻ. ഭാഗ്യം കൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ വന്ന് വീണത്. അങ്കിൾ, ഞങ്ങൾ ഹോളിഡേ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. അതിനെന്താ, ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം. അല്ലെങ്കിലും എന്റെ ജോലി എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതാണ്. നിങ്ങളെയും സന്തോഷിപ്പിക്കാം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ക്രിസ്മസിന്റെ ടൈം അല്ലേ, അതുകൊണ്ട് നിങ്ങൾ 4 പേരും ഞങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചിട്ട് പോയിക്കോളൂ. സാന്റാക്ലാസിന്റെ കൂടെ ക്രിസ്മസ് അടിപൊളിയായിരിക്കും. അയ്യോ എന്റെ കുട്ടികളെ, ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. വേഗം ഗിഫ്റ്റുകൾ തയ്യാറാക്കൂ. എല്ലാ കുട്ടികളും ഗിഫ്റ്റുകൾ കാത്തിരിക്കുകയായിരിക്കും.
സാന്റ അങ്കിൾ നിങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും സമ്മാനം തരികയാണ് പതിവ്. ഞങ്ങൾ ഇപ്രാവശ്യം നിങ്ങളെ സഹായിക്കട്ടെ. മാത്രല്ല താങ്കളുടെ ഗ്രാമം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോട്ടെ. Of course, ആയിക്കോട്ടെ മക്കളെ. ഈ സമയം തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാറുള്ളതാണ്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. വാവ്, അപ്പൊ സാന്റയ്ക്ക് മാജിക് അറിയാവോ? ഇവിടെ നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം മാജിക്കലാണ്. രാത്രി പകല് പോലത്തെ വെളിച്ചമോ? അതെ കുട്ടികളെ, ഈ പ്രകാശം സിറ്റാർ കാരണമാണ്. സത്താറോ? സത്താർ നാട്ടില് ബേക്കറി നടത്തുമല്ലേ? അയ്യോ സത്താറല്ല, ഞാൻ പറഞ്ഞത് സിറ്റാർ സിറ്റാർ സിറ്റാർ. ഞാനും സ്റ്റാർ എന്ന് തന്നെ പറഞ്ഞത്. അതെ അതെ, എന്തിനാ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നത്? ഈ സിറ്റാർ എന്താണ്? അയ്യോ സാബ്ജി, ഇത് നിങ്ങളുടെ ലാംഗ്വേജിന്റെ പ്രശ്നമാണെന്നേ. സാബ്ജി പറഞ്ഞത് ശരിയാണ്. അങ്കിൾ പറഞ്ഞത് സ്റ്റാർ എന്നാണ്, പക്ഷെ പറഞ്ഞ രീതിയും ഞങ്ങൾ കേട്ട രീതിയും വ്യത്യസ്തമാണ്. ആ അതെ അതെ അത് തന്നെ. അപ്പൊ സാബ്ജി പറഞ്ഞു വരുന്നത് ഈ സിറ്റാർ കാരണമാണ് പ്രകാശം ഉണ്ടാകുന്നതെന്നാ. ദേ പിള്ളാരെ, ദേ ആ ആകാശത്ത് കാണുന്നില്ലേ? നിങ്ങൾ ഈ സിറ്റാറിന്റെ സിറ്റാർ എന്നല്ലേ പറയുന്നത്? ഞങ്ങൾ ഈ സിറ്റാറിന്റെ സിറ്റാർ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ലക്കി സിറ്റാർ ആണ് ആ ക്രിസ്മസ് ട്രീയിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രകാശം അതിന്റെ പവറാണ്. അഥവാ ഈ സിറ്റാർ മോഷണം പോയാൽ ഈ കാണുന്നതൊക്കെ ഫ്രീസ് ആയി പോകും. ഞാനടക്കമുള്ള എല്ലാവരുടെയും മാന്ത്രിക ശക്തി നഷ്ടമായി പോകും. ഈ സിറ്റാർ ഞാൻ എന്റെ സ്വന്തമാക്കും. ഈ രാത്രി മുഴുവൻ അവിടെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാനാണ് ഉദ്ദേശം? വരൂ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കുട്ടികൾക്ക് എങ്ങനെയാണ് ഗിഫ്റ്റ് തയ്യാറാക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ കുട്ടികൾക്ക് എങ്ങനെയുള്ള ഗിഫ്റ്റുകളാണ് ഇഷ്ടമെന്നാണ്. അത് ആദ്യം നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ ഏതൊക്കെ കുട്ടികൾക്കാണ് കുസൃതി കൂടുതലെന്നും കുസൃതി കുറവുള്ള കുട്ടികൾ ഏതാണെന്ന് നോക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം നമ്മൾ കളിപ്പാട്ടങ്ങൾ തയ്യാറാക്കാൻ. അങ്ങനെ റാപ്പിംഗും കഴിഞ്ഞു. അവസാനം ഫൈനൽ മേക്കപ്പിന് ശേഷം കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കളിപ്പാട്ടങ്ങൾ റെഡിയായി. വരൂ, നമുക്ക് മുമ്പോട്ട് പോകാം. ലോകത്ത് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. വാ വലിയ, നമുക്ക് പോയി ചോക്ലേറ്റ് കണ്ടിട്ട് വരാം. ലോകത്തിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ആണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ചോക്ലേറ്റ് നാവിൽ വച്ച ഉടൻ തന്നെ അലിഞ്ഞു പോകും. ഇതിന്ന് ഞാനൊരു ചോക്ലേറ്റ് എടുത്തോട്ടെ. ഹണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ. അയ്യോ, നമ്മുടെ കൂട്ടുകാർ ടോയും ചോക്ലേറ്റ് ആയിട്ട് മാറി. അത് കുഴപ്പമില്ല, നമുക്ക് ചോക്ലേറ്റും ടോയ്സും പൊളിച്ച് അവരെ പുറത്തെടുക്കാമല്ലോ. ഇവരുടെ സന്തോഷം അധിക നാൾ ഉണ്ടാകില്ല. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും അല്ലേ? എടാ സാന്റേ, നിങ്ങൾ സന്തോഷിക്കും അല്ലേ? ഒരിക്കലുമില്ല. എനിക്ക് വിഷമിക്കുന്നതാ കാണേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ലോകത്തിൽ ആരും തന്നെ സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊരിക്കലും നടക്കില്ല.
അയ്യോ സാബി സാബ് അയ്യോ, സാർ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ദുഷ്ടൻ ആ ക്രിസ്മസ് ട്രീയിൽ ഉണ്ടായിരുന്ന സ്റ്റാർ മോഷ്ടിച്ചിരിക്കുന്നു. ആരാണവൻ? അവനൊരു മഹാവില്ലനാണ്. ലോകത്തെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കാൻ അവൻ സമ്മതിക്കില്ല. ആ സിറ്റാർ അവൻ മോഷ്ടിച്ചു. അങ്കിൾ അവന്റെ കയ്യിൽ നിന്ന് ആ സ്റ്റാർ തിരികെ വാങ്ങാത്ത എന്താ? ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ മക്കളെ? ആ സിറ്റാർ കാരണമാണ് ഞങ്ങളുടെ മാന്ത്രിക ശക്തി നിലനിൽക്കുന്നത്. അതില്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇനി ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ക്രിസ്മസ് സമ്മാനങ്ങൾ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഈ വർഷം. അങ്കിൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സാന്താങ്കിൾ ഒരിക്കലും സങ്കടപ്പെട്ടില്ല. ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. സ്റ്റാർ എവിടെയായിരുന്നു? അങ്കിൾ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോ. ഇന്ന് സിറ്റാർ, നാളെ ക്രിസ്മസ് ട്രീ. ക്രിസ്മസിന്റെ അന്ന് ക്രിസ്മസ് ട്രീ കാണാതാകും. ഈ സിറ്റാർ നിന്നിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ നിന്റെ കൂട്ടുകാർ ഫ്രീസ് ആയി മാറും. ഞാൻ നാളെ ക്രിസ്മസ് ട്രീ കൊണ്ടുപോകാൻ വരും. തടയാൻ പറ്റുമോ നോക്ക്. നീ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയല്ലേ. നിന്റെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും. ഇത് അവൻ തന്നെയാണ്. അവൻ എഴുതിയ കത്താണിത്. അവൻ നാളെ ക്രിസ്മസ് ട്രീ മോഷ്ടിക്കാൻ വരുമ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ അവനെ നേരിടും. എന്താ കൂട്ടുകാരെ, നിങ്ങൾ റെഡിയല്ലേ? സംശയമുണ്ടോ? ആ, ആ എടോ സാന്റാങ്കിളെ, ഞാനിതാ വന്നിരിക്കുന്നു. താൻ എന്താ എന്നെ തടയുന്നില്ലേ? ഞാനിന്ന് ക്രിസ്മസ് ട്രീ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. താൻ എന്നെ തടയുന്നില്ലേ? വേഗം വാ. ജിങ്കിൾ ബെല്ല്, ജിങ്കിൾ ബെല്ല്, ജിങ്കിൾ ഓൾ ദ ബെല്ല്. ക്രിസ്മസ് ട്രീ ഞാൻ അടിച്ചു മാറ്റും. വേഗം വായോ അങ്കിൾ. എന്താ ഞങ്ങളുടെ സഹായം വേണോ? ആ എടാ, ഞാൻ നിന്നെയൊക്കെ തല്ലി താഴെയിട്ടിട്ട് ഈ ക്രിസ്മസ് ട്രീ മാറ്റി ഇവിടുന്ന് കടന്നു കളയും. നീ പറഞ്ഞത് തെറ്റാണ്. നിന്നെ ഞങ്ങൾ തല്ലും. നിനക്ക് ഇവിടെ ക്രിസ്മസ് ട്രീ കൊണ്ടുപോകാൻ കഴിയില്ല. കൊച്ചലിയ, എനിക്കൊരിക്കലും സാന്റാക്ലോസിനെ തല്ലാൻ കഴിയില്ല. മിക്കവാറും ഞാൻ സാന്റാക്ലോസിന്റെ തല്ല് വാങ്ങിക്കൂട്ടും. അയ്യോ, ഇത് സാന്റ അല്ല, ചെകുത്താനാണ്. ഹണി, ദാ ഇപ്പൊ ഇയാള് സാന്താക്ലോസ് അല്ല. ഇനി അയാളെ തല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സംശയമുണ്ടോ? അയ്യോ, എന്റെ മൂക്കയാ. അയ്യോ, എടാ സാന്റേ, ഞാൻ ആ സിത്താറ് മോഷ്ടിച്ചെടുത്തതല്ലേ. പിന്നെ എന്താ അവന്മാര് ഫ്രീസ് ആവാത്തെ? കാരണം ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ല. സംശയമുണ്ടോ? താൻ ഇപ്പൊ തന്നെ ആ സ്റ്റാർ കൊടുത്തില്ലെങ്കിൽ തന്നെ ഇടിച്ചിടിച്ച് ഞങ്ങൾ ഇവിടെ പീസാക്കും പറഞ്ഞേക്കാം. അയ്യോ വേണ്ട മക്കളെ, ഇന്ന് ക്രിസ്മസ് ആണ്. ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഇന്ന് ഇവനെ കുറച്ച് ദുഃഖിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളെയും ഇവ ഇങ്ങനെ കരയിപ്പിക്കും. ഞങ്ങൾ നീ വിചാരിക്കുന്ന പോലെ സാന്റാക്ലോസ് അല്ല. മാത്രമല്ല ഞങ്ങൾ നന്നായിട്ട് തല്ലുകയും ചെയ്യും. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ആ സിത്താറല്ലേ വേണ്ടത്? ഞാനത് തന്നേക്കാം. സിറ്റാർ അല്ല, ഞങ്ങക്ക് വേണ്ടത് സ്റ്റാർ ആണ്. അയ്യോ അതെ അതെ, അത് ഞാനങ്ങ് തന്നേക്കാം. സാന്റാങ്കിളെ, ഇയാളെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? മക്കളെ, ഇന്ന് ക്രിസ്മസ് അല്ലേ. ഇന്ന് ആരെയും വിഷമിപ്പിക്കണ്ട. വെറുതെ വിട്ടേക്ക്. അല്ല, അതെങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുന്നത്? ഇവനെ നമുക്ക് എല്ലാവർക്കും കൂടി ഇടിച്ച് പിഴിഞ്ഞ് ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ അങ്ങ് പുറത്താക്കണം. അയ്യോ വേണ്ട മക്കളെ, ഇന്ന് ക്രിസ്മസ് അല്ലേ. സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്. വെറുതെ വിട്ടേക്ക്. എന്റെ സാബ്ജി, ഞാൻ എന്റെ ഒരു കൊമ്പ് ഉണ്ടെങ്കിലും ഇവനെ കുത്തിയിരിക്കും. പക്ഷെ നിന്റെ തലയിൽ ഒരുപാട് കൊമ്പുകൾ ഉണ്ടല്ലോ. ഈ കൊമ്പിൽ ഏതുകൊണ്ടാ കുത്താൻ പോകുന്നേ? അത് ഇവന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ എന്റെ എല്ലാ കൊമ്പുകളും ഉപയോഗിച്ച് ഇവനെ കുത്തിക്കൊണ്ടേയിരിക്കും. കൊള്ളുന്നത് കൊള്ളട്ടെന്നേ. അയ്യോ വേണ്ട
അപ്പോ എന്റെ കുട്ടികളെ ക്രിസ്മസ് ട്രീ വീണ്ടും അലങ്കരിച്ചാട്ടെ. എല്ലാവരും സന്തോഷിച്ചാലും. മേരി ക്രിസ്മസ്. ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. സംശയമുണ്ടോ? അതെ ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകുകയും വേണം. തിരിച്ചു പോകാൻ പറ്റില്ല കൊച്ചളിയ. നമ്മുടെ പ്ലെയിൻ ആകെ കേടായി പോയിരിക്കുമല്ലേ. ഓ, അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. നഗരത്തിലെ കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റും കൊടുക്കേണ്ടതല്ലേ. എന്നാ പിന്നെ സാബ്ജി ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം. ഏയ്, പോകാം കുട്ടികളെ.